ആരാധകർക്ക് വലിയൊരു സർപ്രൈസ് ആയിരുന്നു സീരിയൽ താരം ഗോപിക അനിലും അവതാരകനും നടനുമായ ഗോവിന്ദ് പത്മസൂര്യയും തമ്മിലുള്ള വിവാഹം. വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ മാത്രമാണ് പ്രേക്ഷകർ ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്ന കാര്യം വരെ അറിഞ്ഞതും. അതുവരെ ഒരു ക്ലൂ പോലും ഇരുവരുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആരാധകർക്ക് അത്രയും വലിയൊരു സർപ്രൈസ് ആയിരുന്നു ഇരുവരുടെയും വിവാഹം. അറേഞ്ച് മാരേജ് തന്നെയായിരുന്നു ഇരുവരുടേതും. അതുകൊണ്ട് തന്നെയാണ് ആർക്കും പെട്ടെന്ന് മനസ്സിലാകാതിരുന്നത്. ഗോപികയെ വിവാഹം ചെയ്യാൻ താൻ താല്പര്യം അറിയിച്ചിട്ടും ഗോപിക വിമുഖത കാണിച്ചു എന്ന് GP വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനു കാരണം എപ്പോഴും ചിരിച്ച് ഹാപ്പിയായിരിക്കുന്ന എൻ്റെ സ്വഭാവമാണെന്നും സൈന സൗത്ത് പ്ലസിൽ നൽകിയ GPയുടെ അഭിമുഖത്തിൽ വ്യക്തമായി പറഞ്ഞു. 1 വർഷം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയത്. എൻ്റെ സ്വഭാവമാണ് ഗോപിക മനസ്സിലാക്കിയെന്നും GP പറയുന്നു. ലൈഫിൽ എന്തിലോട്ട് കടക്കുമ്പോഴും സന്തോഷത്തോടെയാണ് ഞാൻ ചെയ്യാറ്. എല്ലാം എൻജോയ് ചെയ്യും. ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്, എക്സൈറ്റഡ് ആണ്. എനിക്കൊരു ശരിയായ പാർട്ട്ണർ വരുമ്പോഴേ കല്യാണം കഴിക്കൂ എന്നൊന്നും എനിക്കുണ്ടായിരുന്നില്ല. റൈറ്റ് പാർട്ട്ണർ എന്നൊന്നും എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നേയില്ല. ആരാണോ പങ്കാളിയായി വരുന്നത് അവരെ റൈറ്റാക്കി മാറ്റുക, അല്ലെങ്കിൽ അവരുടെ റൈറ്റിലേക്ക് കയറുക എന്നതായിരുന്നു ഞാൻ ചിന്തിച്ചത്. അവരെ കല്യാണം കഴിച്ചാലും ഞാൻ അവരുടെ രീതിയിലേക്ക് മാറാൻ ശ്രമിക്കും. എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം തന്നെ മനോഹരമാക്കാൻ ഞാൻ ശ്രമിച്ചു. റൈറ്റായ ആളെ കണ്ടപ്പോൾ ഞാൻ വിവാഹം കഴിച്ചതല്ല. കല്യാണം എൻ്റെ പ്രയോറിറ്റിയുമായിരുന്നില്ല. കല്യാണം കഴിക്കണമെന്ന് തോന്നിയിട്ടുമുണ്ടായിരുന്നില്ല. അല്ലാതെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. മാത്രമല്ല കുറേ സമയവും എനർജിയും വിവാഹ ജീവിതത്തിൽ സ്പെൻഡ് ചെയ്യണം. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് എൻ്റെ സമയവും എനർജിയും ഞാൻ ചിലവഴിക്കുന്നത് തന്നെയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പറയുമ്പോഴേ അഹങ്കാരമായാണ് ആളുകൾ അതിനെ കാണാറുമുള്ളൂ. എനിക്ക് പക്ഷേ എൻ്റെ തന്നെയാണ് ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ ഞാൻ തകർക്കാറില്ല. ഗോപികയെ കൂടുതൽ ചിറക് വിടർത്തി പറക്കാൻ സഹായിക്കണമെന്നാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നും GP പറയുന്നു. ഞാൻ ഹാപ്പിയായി ഇരിക്കുന്നത് പാരറായ ഒരു സമയമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഗോപികയുടെ കല്യാണ ആലോചന വന്ന സമയമാണത്. എനിക്ക് ഗോപിയെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഗോപിക എസ് പറഞ്ഞില്ല. ഞാൻ എപ്പോഴും ഹാപ്പിയാണ്, സ്വീറ്റായി സംസാരിക്കുന്നു എന്നൊക്കെയായിരുന്നു ഗോപികയുടെ പ്രശ്നം. ഞാൻ ഫേക്ക് ചെയ്യണമെന്നാണോ ഗോപിക പറഞ്ഞത്? എന്താണ് ഇതിന് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവസാനം ഞാൻ ഗോപികയോട് പറഞ്ഞു, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്വഭാവമാണ്, മാറ്റാൻ പറ്റില്ല എന്ന്. എൻ്റേത് അഭിനയമല്ല എന്നും അവൾക്ക് മനസ്സിലായി. ഞാൻ 1 കൊല്ലം എടുത്തു അതിനു വേണ്ടി. പിന്നെ അവളുടെ പ്രശ്നം ഇത്രയും ഹാപ്പിയായ ഒരാളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ഞാൻ ചെല്ലും എന്നതായിരുന്നു. എല്ലാം ഇതുപോലെ തന്നെ കൊണ്ടുപോകേണ്ട എന്നതായിരുന്നു എൻ്റെയും അഭിപ്രായം. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള അവസരം ഞാൻ ഗോപികയ്ക്ക് തരാമെന്ന് ഞാൻ പറഞ്ഞു. ടെൻഷൻ ഉണ്ടാകുമ്പോൾ കിടന്നുറങ്ങുന്നത് എന്നതാണ് ഗോപിക പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെയാണ് എൻ്റെ മെത്തേഡ്. കുറേ വർഷമായി ഞാൻ ശീലമായതാണ് ഇതെല്ലാം തന്നെ എന്നാണ് GP പറയുന്നത്. ബാലതാരമായി നിരവധി സിനിമകളിൽ അഭിനയിച്ച ഗോപിക മുതിർന്ന ശേഷം സീരിയലിൽ അഭിനയിച്ചതാണ് ശ്രദ്ധ നേടിയത്. വർഷങ്ങൾക്ക് ശേഷം സുമതി വളവ് എന്ന ചിത്രത്തിലൂടെ സിനിമയിലൂടെ തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ് ഗോപിക ഇപ്പോൾ. അതിനെല്ലാം തന്നെ കരുത്തും നൽകിയത് ഗോവിന്ദ് പത്മസൂര്യ തന്നെയാണ് എന്നും ഗോപിക വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഗോപികയെ GPയെയും ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.